ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട പ്രകാശ് ജോണച്ചൻ വികാർ ബെർഗൻഫീൽഡ് പാരിഷ് നമ്മോടൊപ്പം ഇന്ന് സംബന്ധിക്കുന്നുണ്ട്. ഇന്നലെയും അച്ഛന് കോൺഫറൻസ് സംബന്ധിച്ചിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ പ്രയോജനകരമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ കോൺഫറൻസ് ആരംഭിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രകാശ് ജോണച്ചൻ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസത്തിന്റെ സായം സന്ധ്യയില് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുവാൻ പിതാവേ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല ദേവന്മാരെക്കാളും വലിയവനായ ദേവൻ, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല എന്ന് ദൈവവചനം പറയുമ്പോഴോ ആ ദൈവത്തെ സ്നേഹിപ്പാന്, സേവിപ്പാന്, ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അനുഭവിച്ചറിയുവാന് ഞങ്ങളുടെ ജീവിതത്തില് തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്തും കർത്താവെ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് കർത്താവെ നിന്റെ സന്നിധിയിലെ മുട്ടുകളെ മടക്കി പ്രാർത്ഥിപ്പാന്, ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുവാന് കർത്താവെ നീ അടിയങ്ങളെ ഓരോ ദിവസവും സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലൈനിലൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ നിന്റെ മാധുര്യമായ വചനം നിന്റെ ദാസനിലൂടെ കേൾക്കുവാൻ സ്വർഗം അവിടങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നലെ ഞങ്ങൾ കേട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാത്രം ജീവിപ്പാൻ, അങ്ങയിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വനം സംസാരിക്കുന്ന അങ്ങയുടെ ദാസനെ ദൈവകരങ്ങളിലെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഈ ചങ്ങല ധരിച്ചുകൊണ്ട് ഞാൻ സുവിശേഷിക്കുന്നതായ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ വായി തുറക്കുമ്പോൾ എനിക്ക് ശക്തി നൽകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്ന് ദൈവവചനം പറയുന്നത് പോലെ നിന്റെ ദാസൻ ഇന്ന് ദൈവവചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നിന്റെ മകനെ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾവിക്കാരാന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തില് കർത്താവേ ഞങ്ങളുടെ കുറവുകളെ തിരിച്ചറിയുവാൻ, വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകുവാൻ, ദൈവിക മഹത്വത്തിന്റെ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ അടിയങ്ങളെ ഇന്നത്തെ വയന ശുശ്രൂഷ മൂലം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ അങ്ങയുടെ ഷെക്കനാട് മറവിൽ മറക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയായിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാടുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ധാരാളമായിട്ട് പകരുകയും നിന്റെ വചനത്താലും തടികളെ പോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ടെ, കൃപ കൂടെ ഇരുന്നാട്ട് മാനവും മഹത്വം എടുക്കണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി അടികളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. സന്തോഷം. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭ പാട്ട് അറ്റ്ലാന്റയിൽ നിന്ന് ജെനീൻ തോമസ്. The song we're singing today is called Mighty to Save. Probably everyone is familiar with it. Please join in your homes, but please stay on mute. The reason why we are muting everyone is because we are trying to minimize the echo that we hear. So thank you so much for doing that.
Thank you, Janine, for your melodious song. Let us have another song by Rosalind George from Atlanta. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാളം സോങ് ആണ് പറഞ്ഞു തീരാത്തതാം ദാനങ്ങളാ എണ്ണമില്ലാത്തതാം നന്മകളാ. പറഞ്ഞു തീരാത്തതാം ദാനങ്ങളാ എണ്ണമില്ലാത്തതാം നന്മകളാ അർഹിച്ചതിലും അധികം എത്രയതിശയമാ ഇന്നോളം നീ നടത്തി. പറഞ്ഞു തീരാത്തതും ദാനങ്ങളാ എണ്ണമില്ലാത്തതും നന്മകളാ അർഹിച്ചതിലും അധികം എത്രയതിശയമാ ഇന്നോളം നീ നടത്തി. തന്നതിനൊക്കെയും നന്ദി നാഥാ തന്നതല്ലാതെ എനിക്കൊന്നുമില്ലേ. തന്നതിനൊക്കെയും നന്ദി നാഥാ തന്നതല്ലാതെ എനിക്കൊന്നുമില്ലേ. എന്റെ ജീവൻ നിന്റെ ദാനം നന്ദി യേശുവേ സ്തോത്രമേശുവേ. ഇരുളെന്നെ മൂടിയ നാളുകളിൽ പല വഴി തേടി ഞാൻ അലഞ്ഞ നേരം വഴി
എനിക്കായി വന്നവൻ, വാതിൽ തുറന്നവൻ, എന്നാത്മദീപം നീ. തന്നതിനൊക്കെയും നന്ദി നാഥാ, തന്നതല്ലാതെനിക്കൊന്നുമില്ലേ. തന്നതിനൊക്കെയും നന്ദി നാഥാ, തന്നതല്ലാതെനിക്കൊന്നുമില്ലേ. എന്റെ ജീവൻ നിന്റെ ദാനം, നന്ദി യേശുവേ, സ്തോത്രമേശുവേ. രോഗദുഃഖാദികളേറിയപ്പോൾ ആശ്രയം തന്നു നിന്നന്തികത്തിൽ, ആശ്വാസദായകൻ, സൗഖ്യദായകൻ, നീ എത്ര നല്ലവൻ. തന്നതിനൊക്കെയും നന്ദി നാഥാ, തന്നതല്ലാതെനിക്കൊന്നുമില്ലേ. എന്റെ ജീവൻ നിന്റെ ദാനം, നന്ദി യേശുവേ, സ്തോത്രമേശുവേ. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ, ആകുല പാത്രനായി തീർന്നിടുമ്പോൾ, ചോദിച്ചതിലും അധികം അനുഗ്രഹദായകൻ നീ എത്ര വല്ലഭൻ. തന്നതിനൊക്കെയും നന്ദി നാഥാ, തന്നതല്ലാതെനിക്കൊന്നുമില്ലേ. തന്നതിനൊക്കെയും നന്ദി നാഥാ, തന്നതല്ലാതെനിക്കൊന്നുമില്ലേ. എന്റെ ജീവൻ നിന്റെ ദാനം, നന്ദി യേശുവേ, സ്തോത്രമേശുവേ. Thank you, Rosalind. അത് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ റീഡിങ്ങിനുള്ള സമയമാണ്. ബൈബിൾ റീഡിംഗ് വായിക്കുന്നത് ബാബു കൊച്ചുമ്മൻ ഫ്രം ഹൂസ്റ്റൺ. കേൾക്കാമോ? കേൾക്കാം. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ജെനീസസ് ചാപ്റ്റർ 28 വേഴ്സസ് 10 to 19. എന്നാൽ ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും സഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല.
ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തല്ലണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ഇങ്ങനെ ഒന്നാം പാഠം അവസാനം. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധി നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവമുമ്പാകെ നമുക്ക് അടുത്ത് വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വിശേഷാൽ നാം ആഗ്രഹിച്ച പ്രാർത്ഥിച്ചതായിട്ടുള്ള ഈ കോൺഫറൻസിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രിയിൽ വളരെ ശക്തമായി ദൈവം നമ്മോട് സംസാരിച്ചല്ലോ. ഈ രാത്രി നമ്മോട് ദൈവം സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടുള്ള പ്രിയ മാത്യു ഫിലിപ്പ് ബ്രദറിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആത്മാവിൽ നിന്നുകൊണ്ട് ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവവചനം രാത്രി വായിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകിച്ച് ഡാലസിലെ നമ്മുടെ സണ്ണിയുടെ ജേഷൻ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞ ദിവസം മാറ്റപ്പെട്ടല്ലോ. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്നതായ ആ ഭവനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ കോവിഡിൽ നിന്ന്, ഈ വൈറസിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രളയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഡാലസിൽ നിന്ന് മിസ്റ്റർ KG ജോൺ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനാന്തയുമേ സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വീണ്ടും ഈ സന്ധ്യാവേളയിൽ അവിടുത്തെ വചനത്തിന്റെ മുൻപാകെ അടുത്തു വരുവാൻ തക്കവണ്ണം പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഈ മാധ്യമത്തിൽ കൂടെ കർത്താവെ അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പരസ്പരം അടുത്ത് കണ്ട് സംസാരിക്കുന്നതിനുള്ള അവസരമല്ലല്ലോ കർത്താവെ. ഇതൊക്കെയും അവിടുത്തെ മുൻ നിർണയപ്രകാരം മാത്രമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഇപ്രകാരം ഒരുമിച്ച് അവിടുത്തെ വചനത്തിൽ ഐക്യമത്യത്തോടുകൂടെ ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാനും അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാനും കർത്താവെ വചനത്തിന്റെ മുൻപാകെ ഒരുമിച്ചിരുന്ന് നിൽപ്പാനും ഒക്കെ അവിടുന്ന് നൽകി തന്നിരിക്കുന്ന വലിയ അവസരത്തിനായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾ ഇപ്പോഴേ കേട്ട വിഷയങ്ങളെ കർത്താവെ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ കർത്താവെ കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് സണിന്റെ ജ്യേഷ്ഠനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസി കഴിഞ്ഞ മാസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയദാസനും കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഒരാഴ്ചയിലധികമായി ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു. എന്നാൽ അവിടുത്തെ ഹിതം എന്തായിരുന്നുവോ അപ്രകാരം നീ നിന്റെ ദാസനെ ഈ ഭൂമുഖത്തുള്ള ജീവിതം കർത്താവെ തികച്ചപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്തിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ മക്കള് 3 പേരെ കോവിഡിന്റെ ഭാരത്താല് ഭാരപ്പെടുന്നു എന്നുള്ള വിഷയവും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് അരികിൽ ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനോ കർത്താവെ അതിനൊക്കെ നിബന്ധനകളുണ്ടല്ലോ. അപ്രകാരം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണം. കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയും മറ്റ് പ്രിയ സഹോദരിമാര് മറ്റേ കുടുംബത്തോടെ ബന്ധപ്പെട്ട് കർത്താവെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് പ്രത്യേകം അവരെ ആശ്വസിപ്പിക്കുകയും ദിവ്യമായ സമാധാനത്താൽ അവിടുന്ന് നിന്റെ മക്കളെ ആശ്വസിപ്പിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളവിടുന്ന് കഴിഞ്ഞ ദിവസം വചനം സംസാരിച്ചു. ഇന്നും വചനം സംസാരിക്കുന്ന ആ പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനിൽ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായിട്ടുള്ള കർത്താവെ വചനാഘോഷണത്തിനും അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രചോദനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസനെ കുടുംബമായിട്ട് അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഈ നാളുകളിൽ അറ്റ്ലാന്റ ഇടവയ്ക്ക് മാത്രമല്ലല്ലോ കർത്താവെ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള പല ഇടവുകൾക്കും പ്രിയദാസനിൽ കൂടെ വചനം ചെലവിപ്പാൻ തക്കവണ്ണം അവസരങ്ങൾ അവിടുന്ന് ഒരുക്കി തന്നിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ കോവിഡിന്റെ ഭാരത്താല് വിവിധ സ്റ്റേറ്റുകളിൽ മാത്രമല്ല ഈ അമേരിക്കയിലുള്ള സ്റ്റേറ്റുകളിലല്ലല്ലോ ലോകമെമ്പാടും
അനേക ജനങ്ങൾ കർത്താവെ കഷ്ടതയില്, പ്രയാസത്തില്, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. രോഗികളുടെ എണ്ണം കർത്താവെ മുൻപിലത്തേക്കാൾ അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവില് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ കർത്താവെ ഈ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുകയും കർത്താവെ ഇവരെ ശുശ്രൂഷിക്കുകയും അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുകയും വിവിധ സാഹചര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കർത്താവെ അവരെയൊക്കെ അവിടുന്ന് പരിപാലിച്ചു കൊള്ളണം, അവിടുത്തെ ഉള്ളംകൈയിൽ വഹിച്ചു കൊള്ളണം. അവിടുത്തെ ചിറകടിയിൽ നിന്റെ മക്കളെയൊക്കെ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെ കർത്താവെ വിവിധ മേഖലകളിൽ കർത്താവെ സാമൂഹിക ഇടപെടലിൽ കൂടെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കുകയും കാക്കുകയും ചെയ്യണം. രോഗികൾക്ക് കർത്താവെ ആശ്വാസമായിട്ട്, രോഗത്തിന് വൈദ്യനുമായിട്ടും മരുന്നായിട്ട് കർത്താവെ അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ. ഇന്നുവരെയും കർത്താവെ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുവാനോ ലോകശാസ്ത്രജ്ഞന്മാർക്കോ ഡോക്ടർമാർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടുത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ അവിടുന്നുള്ള പ്രതിവിധി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കണ്ടവരും അങ്ങയെ തൊട്ടവരും അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവർ പോലും സൗഖ്യമായല്ലോ കർത്താവെ. അതേ വിശ്വാസത്തിൽ തന്നെ കർത്താവെ അങ്ങയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കർത്താവെ രോഗികളോട് അവിടുന്ന് കരുണ കാണിക്കണം, അവിടുന്ന് ദയ കാണിക്കണം കർത്താവെ. അവിടുത്തെ ജനമാകുന്നു, അവിടുന്ന് സൃഷ്ടിച്ച ജനമാകുന്നല്ലോ ഒരു ജനം പോലും കർത്താവെ അങ്ങേ അറിയാതെ നശിച്ചു പോകുന്നതിനിടയാകാതെ വണ്ണം ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിപ്പാൻ്റെ കൊണ്ട് അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഈ ഓൺലൈൻ വഴി കർത്താവെ ഞങ്ങളോടൊപ്പം ഈ വചനം ശ്രവിക്കുവാനായിട്ട് ഇന്ന് കർത്താവെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്റ്റേറ്റുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി ഒരു വണ്ടക്കൊണ്ടും സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്തില് ശുശ്രൂഷയ്ക്ക് നേതൃത്വം തരുന്ന അച്ഛന്മാരുണ്ട് കർത്താവെ. മറ്റേ ശുശ്രൂഷകളിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ആത്മീയ പ്രചോദനവും നേതൃത്വം തരുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ക്ഷീണത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ അച്ഛന്മാരുണ്ട്, അവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഇന്ന് ഇപ്രകാരം ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ തക്കോണം അവിടുന്ന് അവസരം തന്നല്ലോ. കൂടി വന്നിരിക്കുന്ന ഏവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന അല്പസമയം കർത്താവെ അവിടുത്തെ വചനത്തിന് ചുറ്റുമടികളായിരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ വിട്ടുപോയ പല വിഷയങ്ങളുണ്ട് എങ്കിലും കർത്താവെ അതൊക്കെയും അവിടുന്ന് ഞങ്ങളുടെ ഉള്ളത്തിലെ ഞരക്കങ്ങൾ പോലും കേൾക്കുന്ന ദൈവമാകിയാൽ അവിടുത്തെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ അപയാതനകളും ശ്രദ്ധിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായിട്ട് പ്രിയം യേശു രക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രയർ ലൈനിൽ ഈ കോൺഫറൻസിൽ ആരൊക്കെ സംബന്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛാ ഇപ്പൊ 39 ആൾക്കാരുള്ളപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറെ ടൈം പോകും. എങ്ങനെയായാലും 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതൽ പോകും. അതെ, അതുകൊണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സമയമുള്ളവർക്ക് നിങ്ങളെ തന്നെ പ്രസംഗം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താല് പരിചയപ്പെടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഹായകരമായിരിക്കും. അതുകൊണ്ട് മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം അച്ഛാ അതിനൊരു കാര്യം ചെയ്താൽ മതി. 2 മിനിറ്റ് എടുക്കുള്ളൂ. ഓരോരുത്തരും അവരുടെ പേരും എവിടെ നിന്നാണെന്നും പറഞ്ഞാൽ മതി. ഇപ്പോഴാണോ? ഇപ്പൊ അങ്ങ് പറയുന്നതാണ് നല്ലത്. ആളുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ. പലരും മുഖം കാണിക്കാത്തത് കൊണ്ട് പ്രസംഗകൻ പ്രസംഗിക്കുന്നതൊന്നും എനിക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മളെ പ്രസംഗന്റെ സമയം സേവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. പേരും സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി, ഇടവകയോ സ്ഥലമോ. ഞങ്ങള് മാത്യു ഫിലിപ്പ് ആൻഡ് ഇവാഞ്ചലിൻ, അറ്റ്ലാന്റ. ഫാമിലി അറ്റ്ലാന്റ. ഇപ്പൊ പ്രാർത്ഥിച്ചത് KG ജോൺ ആൻഡ് ഫാമിലി, ഡാളസ്. ഓക്കെ, വെൽക്കം ടു ദ കോൺഫറൻസ്. ഓക്കെ, പറഞ്ഞോ. Satish Thomas and family from Atlanta. Okay, thank you. Welcome to the conference. പറഞ്ഞോ. Jinsey Abraham from Dallas. Jinsey Abraham from Dallas. Welcome to the conference. Okay. Sunny and Shanti from Houston. Yes, Sunny and Sandy, welcome to the conference. Thank you. Babu Kochuman family Babu Kochuman from Houston. Okay. Yes. Mute ചെയ്തിരിക്കുകയാണ്. Okay. George Ganattigara from Bergenfield Parish. George Ganattigara, Bergenfield Parish. Welcome to the conference. Okay, come on. Thank you.
Aranguti and Leela, Dallas. Aranguti and family, welcome. Thank you. Okay. Come on, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞാട്ടെ. Prakashichan and family from Bergenfield. Thank you, Cha. Thank you. Welcome to the conference. Isho Anani from New Jersey. Yes, പേര് അത്രയും അങ്ങോട്ട് ക്ലിയർ ആയില്ല എങ്കിലും ന്യൂ ജേഴ്സി. വെൽക്കം ടു ദ കോൺഫറൻസ്. Isho Anani. Isho Anani. Isho and Danny from welcome to the conference. Okay. Raju and Chelema from Bergenfield, New Jersey. Raju and Chellamma, welcome to the conference. Thank you. Come on. Hurry up slowly. ഞാനെങ്കിലും പരിചയപ്പെടുത്താനായിട്ട് പലരും ഉണ്ട്. പരിചയപ്പെടുത്താൻ താല്പര്യം ഉള്ളവർക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താം. Thomas Varghese and Mary Kuti from New Jersey, Queen Pedavaga. Okay, welcome to the conference. Gina from Kentucky. Gina from Kentucky, PD Mathyachന്റെ കൊച്ചുമോളാണ്. Welcome to the conference. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? കേൾക്കാമോ? മ്യൂട്ട് ചെയ്യണമെന്നൂടെ പറഞ്ഞേരെ. എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ. ആരാ ഗ്രൂപ്പ് അഡ്മിറ്റ് ശ്രദ്ധയ്ക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ 21 പേരെ കാണാൻ പറ്റുന്നുള്ളൂ. 39 പേരുണ്ടായിരുന്നു. സംതിങ് ഇസ് നോട്ട് വർക്കിംഗ്. Getting dropped off. 39. I can only see 21. Okay. Okay. Anybody is there to introduce? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് നിർത്താം. ഇൻട്രൊഡക്ഷൻ നിർത്താം. ചിലത് മ്യൂട്ടിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കേൾക്കാതെ. യെസ്, പറഞ്ഞ അൺമ്യൂട്ട് ചെയ്യാൻ പറയാം എല്ലാവരോടും. പറഞ്ഞു കഴിഞ്ഞത് അത് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടായിരുന്നു, പറഞ്ഞായിരുന്നു. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. ഓക്കെ, ടൈം ഈസ് അപ്പ്. ഓക്കെ, ഇനി നമുക്ക് അത് നിർത്താം. ധാരാളം പേര് കയറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടായിട്ടുള്ള കോൺഫറൻസ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവവചനത്തിൽ നിന്ന് ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു. ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായും ഹൃദയംഗമായും കോൺഫറൻസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് ബ്രദർ മാത്യു ഫിലിപ്പാണ്. നമ്മുടെ ഇടവക അംഗമാണ്. അറ്റ്ലാന്റയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഉള്ള വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ആമസോണിലെ വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ കർത്താവിന്റെ വേലയിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വചനത്തിൽ സംസാരിക്കുന്ന ബ്രദർ സുഗു തോമസിനെയും ഇന്നലെ നമ്മളോട് ഓർപ്പിച്ച പോലെ സുഗുയേട്ടനെയും ഭാര്യ ഇവാനെയും ഈ കോൺഫറൻസിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ മാത്യു ഫിലിപ്പിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതെ, ഓക്കെ. എല്ലാവരും ഇന്നും ഈ പ്രാർത്ഥനയ്ക്ക്
സംബന്ധിക്കുവാനായിട്ട് ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ദൈവം പെട്ടെന്നാണ് ഒരുക്കിയതെങ്കിലും എല്ലാവരും അതിന് പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുകയും ജോയിൻ ചെയ്യുകയും ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വീടുകളിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്നിച്ച് കൂടുവാനായിട്ട് ദൈവം ഈ ടെക്നോളജിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എത്ര അനുഗ്രഹമാണെന്നുള്ളത് നമ്മൾ ഓർക്കുകയും അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം നൽകിയ ഈ പ്രത്യേക സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ അല്പത്തെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമ്മളിവിടെ വായിച്ചു കേട്ട വാക്യങ്ങളാണ്. യാക്കോബ് ബർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. കല്ലുകൾ ഒരു രാത്രി സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് അവിടെ രാപാർത്തു. അവൻ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് തലേണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അപ്പോൾ അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അവിടെ അതിൻ്റെ there was a ladder that connected between the place that he laid and heaven, and he saw angels going up and down through that ladder. And then he got a promise from God that he is going to bless him, and told him that wherever he goes, God will be with him. And then he woke up. 16-ാം വാക്യത്തിലേക്ക് നമ്മൾ വിടുമ്പോൾ, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. God is here, but I did not know it. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. Loving God, we thank you for your word that you are giving us for our nourishment of our souls and our bodies. God, you have given us a gift through your word that it will become life and spirit in us, and also life and spirit to the world through us. Help us, Lord, to be humble before you and obedient before your word, so that we can become the life and spirit that you want us to be through your word. Bless us, Lord, tonight with your word, and fill us with the power of your Holy Spirit as we meditate on it, so that we can be powerful witnesses for you in the days to come. We thank you for all those people who have joined from various places today in this meeting. Thank you for providing us this technology and the opportunity to join together and to sit at your feet, even in our homes, but online together and enjoying the fellowship online. Thank you for blessing us with this kind of technology. Bless us, Lord, with your presence today, each one of us, and touch and talk to us according to our needs and our desires of our hearts. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളെയും വിചാരങ്ങളെയും അറിയുന്നവനായ ദൈവം ഞങ്ങൾക്ക് തക്കതായ ദൂത് ഓരോരുത്തർക്കും നൽകി ഇന്ന് രാത്രി പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ സാന്നിധ്യബോധത്താൽ ഞങ്ങളെ എല്ലാവരെയും ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും പിതാവെ അവിടുത്തേക്ക് പ്രസാദം വരുത്തുന്നതാകണമെന്ന് പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, if you had been here, my brother would not have died. യേശുവിനോട് മാർത്തയും മറിയയും പറഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്തയും മറിയയും ഒരുപോലെ കർത്താവിനോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുകയുണ്ടായി. ഇന്ന് പറയുന്നത്, ദൈവം ഇവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അത് അറിഞ്ഞില്ല. God is here, but I did not know it. അതാണ് യാക്കോബിന്റെ ഈ പാസേജിൽ നമ്മൾ വായിച്ചത്. ദൈവം ഉണ്ടായിട്ടും ഞാനത് അറിഞ്ഞില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. നിങ്ങളിൽ many of you in Atlanta know that I love to preach about Jacob.
I have about close to 12 sermons just on Jacob because I love Jacob. I can relate to him very much because my life a lot of times is very comparable with his life. When I compare with Jacob, right from the journey he took from his home to his father-in-law's house and then coming back. Our life is a journey. We all know that in this world. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നറിയത്തില്ല, I wrote a book called Joy in the Journey. നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾ താല്പര്യമുള്ളവർ വാങ്ങിച്ച് വായിച്ചു നോക്കുക. ആമസോണിലും ബാർൺസ് ആൻഡ് നോബിളിലും ഒക്കെ ഉണ്ട്. ജസ്റ്റ് സെർച്ച് ഫോർ മൈ നെയിം, മാത്യു ഫിലിപ്പ്. I strongly recommend that you read this and be blessed. ദൈവം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാത്രയായിട്ട് തന്നെയാണ് സ്ക്രിപ്ചറിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത്. We compare our life as a journey, comparing it to the journey of the people of Israel in the wilderness. And also we compare our life as a journey that Abraham took when God called him out, and he took the journey not knowing where he was going, but only trusting in the person whom he called. He was called. അതുപോലെ ജീവിതയാത്ര നമ്മൾ കമ്പയർ ചെയ്യുന്ന വേദപുസ്തകത്തിലെ അനേക വിശുദ്ധന്മാരുടെ ജീവിത യാത്രയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. These are all journeys that we take in our lives and compare it with the journeys that the heroes of faith did in their time, in their lifetime. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതം എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. He's a fighter. He was a fighter right from the beginning when he was born. ഇല്ലേ, നമ്മുടെ കുറിവാക്യം എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. വാട്ട് വാസ് അവർ കീവേഡ്സ്? എനിബഡി? അവസാനമായപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിപ്പോയത്. ഇന്നലെ പ്രസംഗം കൂടിപ്പോയെന്ന് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇന്നൊരു മണിക്കൂർ കൂടെ അധികം വരത്തേ ഉള്ളൂ. അതുകൊണ്ട് താഴെയൊക്കെ കണ്ടിട്ടില്ലേ സതീശ? മലാക്കി 3:6 വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. Therefore the sons of Jacob, you are not consumed because I am a God who does not change. മാറ്റങ്ങളുടെ ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ 3 ദിവസത്തെ ഈ റിട്രീറ്റിന്റെ പ്രധാന വിഷയം. അതിന്റെ കീവേഡ്സ് അതാണ്. മാറ്റമില്ലാത്ത ദൈവം മാറ്റമില്ലാത്തവനായി നമ്മോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതെന്നാണ് പ്രവചനത്തിൽ നാം വായിക്കുന്നത്. We are not consumed or not destroyed because he is an unchanging God. He is immutable. And yesterday's message was about the immutable love of God, or unchanging love of Jesus regardless of where you are in your life situation. നമ്മൾ പലപ്പോഴും പറയും, യേശു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മാർത്തയുടെയും മറിയയുടെയും പോലെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് സംഭവിക്കുകയില്ലായിരുന്നു. Remember, Jesus is with you and his love is constantly going wherever you are. It does not change like shifting shadows. ദൈവം നമ്മൾ ഷാഡോസ് പോലെ മാറുന്നവനായ ഒരു ദൈവമല്ല എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ്, അവൻ മാറാത്തവനായതുകൊണ്ടാണെന്നുള്ളതാണ് മലാക്കിയുടെ പ്രവചനത്തിൽ നമ്മൾ കീവേഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ വളരെ അനുഭവമായിട്ട് ഒന്ന് കാണുന്നത് യാക്കോബിന്റെ ദൈവം മാറാത്തവനായ ദൈവം എന്ന് അനേക വിശുദ്ധന്മാരെ പാടുന്നതായിട്ട് നമ്മൾ സങ്കീർത്തനത്തിൽ കാണും. ഞങ്ങള് യാക്കോബിന്റെ ദൈവം എന്ന് തന്നെ പറഞ്ഞൊരു മെസ്സേജ്, ഒരു സീരീസ് ഞാൻ അറ്റ്ലാന്റ ചർച്ചിൽ നടത്തുകയുണ്ടായി. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ ഞങ്ങൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ 2-3 മാസമായിട്ട്. അവിടെയൊക്കെയും യാക്കോബിന്റെ ദൈവം, ഗാഡ് ഓഫ് ജേക്കബ് എന്നാണ് ദൈവത്തെ അവർ അഭിസംബോധന ചെയ്യുന്നത്. ദാവീദും പല സ്ഥലങ്ങളിലും യാക്കോബിന്റെ ദൈവം എന്നാണ് പറയുന്നത്. യാക്കോബ് ജനിച്ചപ്പോഴേ ട്രിക്സ്റ്റർ ആയിരുന്നു. ഹി വാസ് എ ഗായ് ഹു വാസ് എ ഫൈറ്റർ. ഹി വാസ് എ ട്രിക്സ്റ്റർ. നമ്മൾ യാക്കോബിനെ കുറിച്ച് ഓർക്കുമ്പോൾ വി തിങ്ക് അബൌട്ട് സ്കീമിങ് ആൻഡ് ട്രിക്കിംഗ്. അപ്പനെയും സഹോദരനെയും കളിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചെടുത്ത ഒരാളാണ് യാക്കോബ്. When we hear about stories of people, schemers and tricksters who have fooled others, sometimes
some people get caught. Bernie Madoff is one of them that probably come to your mind lately, who is in prison now, who actually cheated a lot of people from their investment and from their retirement. There is another guy called Frank Abagnale. He's a very interesting person. He was an imposter to claim at least 8 other people and stole their identity and took bank loans and even bought homes in other people's names. At least 8 other people's identity that he stole. Between the age of 15 and 21, he escaped police custody. Even while he was taken, the police was taking him to another prison in a small airplane. He jumped off the plane and escaped when he was 18 years old. And his first victim he started out practicing was his own father. When he was 15 years old, his father gave him a gasoline card, a credit card to just get gasoline for his car so he can go to work. So he devised a scheme in which he used the gasoline card to buy tires and batteries and other things other than gasoline. And then he went back and returned it and asked for not credit, but to give him cash. He stole about $3,400 like that from his father in cash by devising that scheme when he was 15 years old. Then another interesting story about him is that he is actually a trainer, a security trainer with FBI Academy now. That's why I'm telling you this. He conducts seminars and he is working for the FBI, how not to get tricked. ഒരു കള്ളന് മാത്രമേ കള്ളന്റെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കാനായിട്ട് പറയുള്ളൂ. So he is a trainer and he conducts seminars all over the country now. So he said that in one of the seminars about a story how he tricked United Airlines and Hertz car rentals. No wonder Hertz car rentals went bust. When he was in the airport, he watched these people of Hertz rentals and American Airlines have a night depository box. Night depository എന്താണെന്ന് അറിയാമോ? അന്ന് അവരുടെ ബിസിനസ്സിലൊക്കെ അന്ന് കിട്ടുന്ന കളക്ഷനൊക്കെ ഒരു ബാഗിലാക്കി ബാങ്ക് അടച്ചു കഴിയുന്നത് കൊണ്ട് അവർ കൊണ്ടുപോയി നൈറ്റ് ഡിപ്പോസിറ്റിൽ കൊണ്ടിടും. സതീഷിനൊക്കെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങളൊക്കെ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. Instead of going to the bank, you can go to the depository and then there's a lid, you open it and put it there. So he watched that and he said he devised a scheme to take that money. What he did was he put a sign over the drop box saying that out of service, place deposit with the security guard on duty. And then he dressed up like a security guard and put a table and a chair next to it and sat there. And he could not believe the idea worked because the people, instead of putting it in that drop box and see that sign, gave all that money to him. He was dressed up like a security guard and he started collecting it. For 3 months, they did not catch him. And later on in a seminar that he's conducted, he said he could not believe how much that game worked. Staring with some astonishment, he said, how can a drop box be out of service? How can people believe that? So he's now currently working as a consultant and a lecturer at the FBI Academy and conducting seminars about not to get tricked. As the saying goes, you can fool all the people some of the time and some people all the time, but you cannot fool all the people all the time. But you cannot also fool God even one time. That is what Jacob learned all through his life. They will be found out one day or other. Some of these tricksters turned around and became good citizens later on, like Abagnale. Jacob was such an imposter and a trickster who turned around his life and became the father of the tribes, the 12 tribes that God chose as his people. So he is a very good character that I like to preach hours and hours from. So if you are ready to sit through tonight,
I'll be continuing on and on until you get tired of it. I'm just kidding. When നമ്മൾ യാക്കോബിന്റെ ജനനത്തെ കുറിച്ച് വായിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. When in Genesis chapter 25 we read about the birth of Jacob and Esau. They were twins. ഇസാക്കിന്റെ ഭാര്യയായ റിബേക്ക ഗർഭം ധരിക്കുവാനായിട്ട് അല്പം താമസിച്ചു. പക്ഷേ ആദ്യമായിട്ടുണ്ടായി ഗർഭം ധരിച്ചപ്പോൾ when she became pregnant, she had 2 babies. And they started fighting inside her belly. And she went to ask God, why is this happening to her? നിങ്ങൾക്ക് അത് പിന്നെ പോയി വായിച്ചാൽ മതി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഉള്ളിൽ you are giving birth to 2 people. They will become 2 tribes, and the older one will serve the younger one. അപ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, he was a rebel from the birth. In chapter 25 verse 26 we read about the birth of Esau and Jacob. After the birth of Esau came out first. അവിടെ നിന്ന് വായിക്കാമോ സതീഷ്? 25. ഒന്നാമത്തേവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവൻ രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന പേരിട്ടു. ഓക്കെ. അപ്പോ ഈ യഹൂദന്മാരുടെ ട്രഡിഷനിൽ ആദ്യം ജനിക്കുന്നവന് ആണ് ആദ്യജാതൻ തന്നെ. ഫസ്റ്റ് ബോൺ ഹാസ് സർട്ടൻ പ്രിവിലേജസ്. ബട്ട് ഈവൻ അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, Jacob devised a plan that he does not want to give up that birthright to Esau. So ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തുന്നത്. കാര്യം ജേക്കബ് ഏശാവിന്റെ കാലേ കയറി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പറയാനൊക്കുവോ യാക്കോബാ രണ്ടാമത് ജനിച്ചതെന്ന്? കാര്യം ഏശാവിന്റെ കൂടെ തന്നെ യാക്കോബും ജനിച്ചു. So he was not going to give up that right to Esau right from his birth. അവിടെ നമ്മൾ വായിക്കുന്നത്, he had his hand on the heel of Esau. ഏശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് അവൻ ജനിച്ചത് തന്നെ. He was a rebel right from the birth. Then we know that he made a rice pudding. ഇല്ലേ, ഒരു റൈസോ പായസം പുഡിംഗ് ഇല്ലേ, പയറ് കൊണ്ടൊരു പായസം ഉണ്ടാക്കി, റൈസ് അല്ല ഇല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്. പയറ് കൊണ്ടൊരു പായസം ഉണ്ടാക്കി ഏശാവിന് കൊടുത്തിട്ട് എന്തു ചെയ്തു? ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശം അവൻ വാങ്ങിച്ചതായിട്ട് നമ്മൾ കാണുന്നു. Esau gave up his birthright, the firstborn birthright, to Jacob. Then he cheated his blind father, Isaac. When Isaac was getting old, towards the end of his life, he became blind and he could not see. അപ്പോൾ നമ്മൾ ആ ചരിത്രം മുഴുവൻ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അനുഗ്രഹിക്കാനായിട്ട് വിളിച്ച സമയത്ത് യാക്കോബ് എന്ത് ചെയ്തു? ഏശാവിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആട്ടിൻതോലിന്റെ രോമമായിട്ട് അപ്പനായ ഇസാക്കിന്റെ മുമ്പിൽ പോയി, ബ്ലൈൻഡ് ആയിട്ടുള്ള ഇസാക്കിന്റെ മുമ്പിൽ പോയി അനുഗ്രഹം വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം ഇസാക്ക് പറയുന്നുണ്ട്, ഹു ആർ യു? 25 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 27 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ എന്ന് നമ്മളവിടെ വായിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നമ്മൾ 27 അധ്യായത്തിൽ വരുമ്പോൾ ഇസാക്ക് അവനെ തപ്പി നോക്കി. 22 വാക്യം, ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഏശാവാണെന്ന് അഭിനയിച്ച he pretended to be Esau, dressed up like Esau to his blind father and stole the blessings of Esau. The voice is Jacob's, but the hand feels like Esau. മാസ്ക് ക്രിസ്ത്യാനിറ്റി, പലപ്പോഴും നമ്മൾ മാസ്ക് ചെയ്താണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് നടക്കുന്നത്. ടുഡേ എവറി വൺ ഇസ് വെയറിങ് മാസ്ക് അല്ലേ? അതുകൊണ്ട് ഇപ്പം ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. മാസ്ക് ധരിക്കുന്നത് ഇന്ന് ഒരു റിക്വയർമെന്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ പണ്ടേ മാസ്ക് ധരിക്കുന്ന ആളുകളാണ്.
we pretend to be Christians, but wear a mask. It is called mask Christianity. Whenever we are not witnessing the love of Christ to this world, we are masking Christianity. If we are terribly afraid to wear masks these days, ഇല്ലേ, നമ്മളിപ്പം മാസ്ക് ധരിക്കുന്നത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ജോർജിയയിലെ ഗവർണർ പറയുന്നത് മാസ്ക് ധരിക്കാൻ എന്നത് നിയമമാക്കാൻ പറ്റത്തില്ല. ടെക്സസിലാണെങ്കിൽ നിയമമാക്കി കഴിഞ്ഞു എന്ന് പറയും. But people do not like to wear masks when they are asked to wear masks nowadays. അതുകൊണ്ട് ഈ മാസ്ക് ധരിക്കണോ ധരിക്കണ്ട എന്നുള്ളതല്ല നിങ്ങളുടെ കാര്യം. പക്ഷേ ആരെങ്കിലും പറയാണ് യു ലുക്ക് ബെറ്റർ ഇൻ യുവർ മാസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കണം, എക്സാക്ട്ലി വാട്ട് ഡു യു മീൻ? So there is something behind it when you wear mask. But masked Christianity is what we see a lot around us. Pretend to be Christians. Jacob did the same thing. He pretended to be Esau, but he was really Jacob. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ യാക്കോബിന്റെ യാത്ര പോയിട്ട് തിരിച്ച് മടക്കയാത്രയുണ്ട്. ആ മടക്കയാത്രയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെനിയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യാക്കോബ് ദൈവവുമായി മല്ലുപിടിക്കുന്നതായിട്ടുള്ള ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ വെച്ച് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ നെയിം? അപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്, നമ്മൾ ആ സംഭവത്തേക്ക് വരാം, അവൻ ഇതുവരെയും ആരായിട്ടാണ് അഭിനയിച്ചിരുന്നത്? യേശാവായിട്ടാണ്. യേശാവിന്റെ അവകാശം അവൻ വാങ്ങിച്ചു, യേശാവിന് വേണ്ടുന്ന അനുഗ്രഹം അവൻ നേടിയെടുത്തു. So when he was asked by his father, who are you? His blind father, he said, I am Esau, your elder son. Now God caught him and asked him on his return back and say, what is your name? That is where he really recognized and said, God, I am Jacob. He acknowledged himself as Jacob, and he turned around his life, and from there started his change in his life. So we cannot be masked Christianity. We cannot use masked Christianity forever. ഞാൻ ഈയിടെ ഒരു കഥ വായിക്കുകയുണ്ടായി. A guy was desperately looking for a job and he wanted some income, so he went around and looked for several places and he could not get a job, and finally decided to apply as a worker in a zoo. ഒരു സൂവില് ഒരു ജോലിക്ക് വേണ്ടി അവൻ അപേക്ഷിച്ചു. He thought he could actually work as a zookeeper or a person who can feed animals. So the manager of the zoo said he didn't have any openings, but seeing this guy was so big, 6 feet and 6 inches tall and huge guy, he thought he could offer him another position and said, I can give you an option until another permanent opening comes up. Can you do one thing for me? He said, our gorilla died the other day and he was one of our most popular exhibit. അവർക്കുണ്ടായിരുന്ന ഒരു gorilla ചത്തുപോയി. If we get you a special gorilla coat, and would you be able to put on that suit and imitate that gorilla for about few days until the new gorilla arrives, and we'll pay you good money for it. The man was so desperate for the work that he took that job, and then he dressed up like a gorilla and started acting like a gorilla. And he started beating his chest and jumping around just like gorilla does. And he started gathering huge crowds because of their attraction. And he thought it was working great. So he gets excited. He started jumping around excitedly to amuse the crowd around him. So one day he was playing around in his climbing bars and he was swinging back and forth. He lost his grip. And he was thrown around upon the friends through the other side of the cage, which was the cage of the lion. So he was thrown into the cage of the lion because he lost his grip on the swing. He didn't know what to do at that time. He cannot cry out because people think that he's a gorilla. So he started to slowly go back and climb the fence back and see if he can get back into his cage. Then the lion was looking at him fiercely and slowly walked toward him. And he got so scared and upset. Finally, he started yelling out and saying, help, help, I need help.
So the lion came to his ear and whispered to him in the ear, "Shut up, you idiot, we will both get fired." When you are masked like a lion or a gorilla, it doesn't matter. Masked Christianity will find itself out one day. യാക്കോബിന്റെ ജീവിതത്തിൽ he found himself masking and cheating other people, wearing the identity of his brother. And he was found by God during his journey back from his wife's house on his way back in Peniel, that we will see later. Things are always not as they appear. We can dress up as Christians, and some people do that. They wear only white, thinking that it will make them look like Christians. Or if you wear jeans or a particular kind of dress, you are not supposed to be wearing that. Or whatever makeups do you do? And some people are very much stuck to these things about the dress, what they wear, and the makeup and all the things that make you not a Christian. We cannot fool our identity by wearing white or yellow or pink or whatever it is. It cannot be fooled by God. It is not your appearance that makes the difference, but it's what inside. And Jacob learned that lesson the hard way. So time of testing will find us out. There is a time when things will catch up with you. We see that in Jacob's life, which I will discuss more on that, his journey back. So all of these things were working well for Jacob. And when he devised all these schemes and cheated his brother and cheated his father, he was winning every game that he devised, but something was going wrong against him that he did not realize. His own brother Esau was becoming his enemy. And as the death of Isaac approached, Esau was plotting to kill Jacob. And now he had to run for his life. That is sometimes what happens to us when we devise and strategize. And when we make plans and we think that everything is going well according to our plans, things in the behind are not working well, and you may have to run for your life. So he had to run away from Esau, and his apparently his mom and dad told him to go back to his mother's house, mother's brother's house in Paddan Aram. That is where he was sent, and he told them to go and get a wife for him. One thing I noticed about Jacob was, even though he was a schemer and a trickster, he always listened to his parents. That was one thing about Esau that did not work well. So something that I noticed with Jacob was, even when he was a trickster, he listened to his mother very carefully. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു സംഭവം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതും അവരുടെ അഡ്വൈസ് ഒക്കെ സ്വീകരിക്കുന്നതും അത്ര നല്ല കാര്യമായിട്ട് കാണാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. People are not into asking support or advice from their parents when they get to an age. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്ന, യാക്കോബിനോട് ഈ ഇസാക്ക് പറഞ്ഞു, നീ ഈ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്, നീ എൻ്റെ കുലത്തിലും ജാതിയിലുമുള്ള ഇന്ന ആളുകളുടെ സ്ഥലത്ത് പോയി നീ ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞാണ് യാക്കോബിനെ അവിടേക്ക് അയക്കുന്നത്. So he listened to them and he obeyed them. So when it comes to these kind of things about our faith, it matters, because listen to your parents, and it is very important, especially for youngsters, because your parents have more experience in life and they have traveled the journey through this faith that they have been teaching you. അതുകൊണ്ട് നമ്മൾ ഓർക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മാതാപിതാക്കൾ ഇതൊക്കെ പറയുമ്പോൾ അവരെ നമ്മൾ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളത് നമ്മൾ ഓർക്കണം. താൽക്കാലികമായിട്ട് അല്പം അസുഖകരമായിട്ട് തോന്നുമെങ്കിലും ഭാവിയിലേക്ക് അത് അനുഗ്രഹമായിട്ട് തന്നെ തീരും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം നമ്മൾ ഒരു വിശ്വാസി എപ്പോഴും തൻ്റെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിശ്വാസിയെ തന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ളത്
ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് go your own way and select your own partner, even though they are from a different faith. Many times it does not work and it will become a failure. And most of the time you will be distracted and pulled away from your faith by the other person. That's what's happened when you choose your partner like that. Anyway, I'm going away from my subject. ഇവിടെ യാക്കോബ് ഈ ബഥേലിൽ വന്നു, ഈ സ്ഥലത്ത് വന്നു. The first night away from his home was not very pleasant. He was very stressed out. He was tired. And he went to sleep in the open ground with the sky as his roof. And he took a pillow. And you know the pillow was a stone. ഒരു കല്ലെടുത്ത് തലേണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങേണ്ടതായിട്ടുള്ള ഒരു ഗതി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ എത്രമാത്രം ഗതികേടിലാണ് മനുഷ്യനായിത്തീരുന്നെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. If you become to a stage where you have to use a stone as a pillow, that is a terrible situation in life. That is what Jacob had to do. നിങ്ങൾക്കറിയാം, കല്ല് തലേണയായിട്ട് വെച്ചാൽ എങ്ങനെയിരിക്കും? ആരെങ്കിലും വെച്ച് ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങി നോക്കണം, ഉറക്കം വരുമോ ഇല്ലയോ? പക്ഷെ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് സ്വർഗത്തിലെ ദർശനം ഈ യാക്കോബിനുണ്ടായതെന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. God speaks to him at this night and he was blessing him and telling him that wherever he goes, he will bless him and he will be with him. The first day of running was not easy one, but he got the blessing from God. And it was a night in the middle of nowhere. He did not know what to expect when he goes to his uncle Laban's house. And he did not know even where it was. So the first night he spent in the middle of nowhere, sleeping with a stone as a pillow. That expression is very interesting to me. We call it, especially in America, it's the middle of nowhere. It's a phrase in English dictionary, it's an idiom having the meaning that nowhere cannot have a middle. How can a nowhere have a middle? It's one of those meaningless words people use as an idiom. Middle of nowhere. It's like even though you know all the words, the meaning of the words do not have anything to do with the meaning of the whole phrase. Like you say raining cats and dogs. Have you heard that? So he was in the middle of nowhere without knowing what his future looks like or holds. Jacob ran from home, leaving the security of his parents and his friends and family. And it was replaced by the dangers of night and the loneliness. Behind, he left Beersheba, his home, where Esau is waiting to kill him. And in the front of his destination, he doesn't know what is waiting for him, an unknown place that he was heading to. I don't know about you, the self-centered nature of our own self sometimes cast a shadow in the evenings of nights when we go to bed. In that depression comes a heavenly dream sometimes that Jacob saw, a heavenly dream that there's a ladder going up and down from heaven to earth. He saw angels climbing up and down the ladder between earth and heaven. When God sees his people in the middle of nowhere, sleeping with agony and with confusion and doubt and not knowing where they're heading to, God will bring heaven to earth. ദൈവം തന്റെ കുഞ്ഞുങ്ങള് അനാഥരായി എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളത് യാക്കോബിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമാണ്. So if you are tired and weak tonight with any problems or whatever is giving you that worries, a future that is bleak and a past that is hurting you and haunting you, and you can't go to sleep and stressed out and you don't know what to do,
There is God who will bring heaven down to earth, to where his people is എന്നുള്ളതായി ഓർക്കണം. God will not leave us alone. God himself came down into the world to bring peace and comfort to his people. Jesus Christ came to this world as a light in the darkness so that we will become light through his light in a dark world. God prepared a ladder on the cross of Calvary with Jesus hanging between heaven and earth. There is an infinite and eternal communication that started where the earthly being meets with the eternal one. ഭൗമികമായ നമ്മെ സ്വർഗീയ ദൈവവുമായി കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം കാൽവറി ക്രൂസിൽ ഒരു ലാഡർ ദൈവം യേശു ക്രിസ്തുവിന്റെ ക്രൂസിലൂടെ ഉയർത്തി എന്നുള്ളത് ഓർക്കണം. നാം അനാഥരായി തീരുന്ന സമയത്ത് നമ്മെ സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുവാൻ തക്കവണ്ണം സ്വർഗീയ ദൂതന്മാര് ആ ലാഡറിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ടുള്ള സ്വർഗീയ അനുഭവം ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കായി ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Heaven will come down when God sees his people abandoned or lonely and alone in the middle of nowhere. God will send heaven down. അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും തളർന്നു പോകാതിരിക്കത്തക്കവണ്ണം ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും കാവലായി, നമുക്ക് കൈത്താങ്ങലായി നമ്മെ താങ്ങുവാൻ തക്കവണ്ണം അയക്കുന്ന ദൈവമാണ് എന്നുള്ളത് യാക്കോബിന്റെ ജീവിതത്തിലൂടെ ഇന്ന് രാത്രി നമ്മൾ ഓർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. God will intervene and meet with us when we are empty, lonely and running away from him. Heaven will come down and restore you. And because of Jesus Christ who came, there is no situation that God cannot redeem. ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയാത്തതായ ഒരു പാവിയും ഈ ലോകത്തിലില്ല. ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥയും ഈ ലോകത്തിലില്ല. There is no situation that God cannot redeem. And there is no sinner too far or too great that God cannot save. And Jacob had a great dream there, but it does not end there. Dreaming is good, but we cannot continue dreaming all the time. You will wake up one day. The next day, Jacob woke up, and then that is when he realized that God was here and he did not know it. These words have become the greatest statements of faith for generations after that. ദൈവം ഇവിടെ ഉണ്ട് എന്നിട്ടും ഞാൻ അത് അറിഞ്ഞില്ല. He had the new realization that his God was not distant or unconcerned, but present in the very stones of the ground that he is placed under his head as his pillow. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോലും എന്നെ കൈവിടാത്തവനായ ഒരു ദൈവം ഉണ്ട് എന്ന് യാക്കോവിന് വെളിപ്പെടുവാൻ തക്കവണ്ണം ആ രാത്രിയിലെ ഉറക്കം അവനിടയായിത്തീർന്നു. അതുകൊണ്ട് ആ പില്ലോ എടുത്ത് അവനൊരു തൂണായി നാട്ടി. നമ്മളവിടെ വായിക്കുന്നു, he took the stone on which he rested his head and set up upon the pillar and called the place Bethel, meaning the house of God. അതാണ് ബഥേൽ എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം. He placed a marker there. I'm going to be writing a second book. This is going to be my topic that I've been praying about, mile markers in our life. നമ്മുടെ ജീവിതത്തിൽ അനേക മൈൽ മാർക്കേഴ്സ് ഉണ്ട്. യാക്കോബിന്റെ ജീവിതത്തിലെ ഒരു മൈൽ മാർക്കർ ഇതായിരുന്നു. He placed that same stone and made it a mile marker, and he called that place Bethel എന്ന് നമ്മളവിടെ വായിക്കുന്നു. So a dream is not to completely dreaming alone and then leave it there, but a dream is to pursue it. The meaning of a dream is encouraging. It shows that the Lord had prepared a way for him to progress toward. So he woke up and he started his journey further and pursued his vision that God has told him to do. So he made a covenant with God at that time. He said, my God will be with me and keep me in this way that I am going, and give me bread to eat and clothing to put on, so that I come back to my father's house in peace. Then the Lord shall be my God, and this stone which I have set as a pillar will be God's house, and of all of that I will give you surely the tenth of what you gave me.
അവിടെ വെച്ചാണ് യാക്കോബ് 10 ദൈവത്തിന് കൊടുക്കും എന്ന് അവിടെ വെച്ച് പ്രോമിസ് ചെയ്യുന്നു. God gives you all the blessings and then he returns. Jacob returns 1/10 of that to God and he make a promise there. C.S. Lewis, one of the great author and a Christian writer, speaker also, he says like this: God whispers to us in our pleasure and shouts to us in our pain. Pain and suffering, he says, is God's megaphone to rouse a sleeping world to wake up. Once the vision is seen and the way is shown, we must wake up and get up and follow the vision that God has given us to the destination. So Jacob went to the land of his mother's people to take a wife and become prosperous. He remained and labored there for 20 years, and then he decided to leave. He went through a lot of things, and I am not going to preach on all the things that happened in his father's house. We read that because of Jacob, Laban, his uncle Laban, became so rich. And Laban tells him that, നീ വന്ന സമയം മുതൽ എനിക്ക് അനുഗ്രഹമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവന്റെ വെൽത്ത് വർദ്ധിച്ചു, അവന്റെ ആടുമാടുകൾ വർദ്ധിച്ചു. യാക്കോബിനെ അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം യാക്കോബ് അതുപോലെ ഹാർഡ് വർക്കർ ആയിരുന്നു. And Jacob also became rich, and he amassed a lot of wealth and cattle. And then he was there for one purpose. അവനെ എന്തിനാണ് വിട്ടത്? അവനൊരു ഭാര്യയെ എടുക്കാനായിട്ടാണ് അപ്പനും അമ്മയും കൂടെ അവിടുന്ന് വിട്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. 2 പെൺമക്കളുണ്ട് ലാബാന്. മൂത്തവളുടെ പേര് ലേയ, ഇളവളുടെ പേര് റേച്ചൽ. ജേക്കബിന് റേച്ചലിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ യാക്കോബ് ലാബാനോട് പറഞ്ഞു, എനിക്ക് റേച്ചലിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ റാഹേലിനെ കല്യാണം കഴിക്കാനായിട്ട് എല്ലാം ഇടപാടുകൾ ചെയ്തു. പക്ഷേ കല്യാണ ദിവസം വന്നപ്പോൾ എന്തു പറ്റി? യാക്കോബിന് കിട്ടിയത് ലേയാണ്. He got what he did not want. ലേയയെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോഴാണ് അറിഞ്ഞത്, അപ്പനെ കളിപ്പിച്ചിട്ട് പോയവനെ ആര് കളിപ്പിച്ചു? അമ്മായിയെ കളിപ്പിച്ചു എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആദ്യത്തെ ഭാര്യയെ കൊടുത്തപ്പോൾ ലാബാൻ പറഞ്ഞു, അത് ലേയാണ്, ഞങ്ങളുടെ നാട്ടിലൊരു നടപ്പുണ്ട്, മൂത്തവളെ നിർത്തിയിട്ട് ഇളവളെ കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ലേയാണ് നിന്റെ വൈഫ്. അതല്ല, അതിന് എത്ര വർഷം സേവിച്ചു? How many years? 7. പിന്നെ എന്ത് പറഞ്ഞു? ലാബാൻ പറഞ്ഞു, ഒരു 7 വർഷവും കൂടെ സേവിക്കാമെങ്കിൽ മൂത്തവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭാര്യയെ തിരക്കി പോയവന് മിടുക്കനായിട്ടുള്ള ഈ സ്കീമറായിട്ടുള്ള ഈ ജേക്കബിന് പറ്റിയത്, ഒരു ഭാര്യയ്ക്ക് പകരം എത്ര ഭാര്യയെ കിട്ടി? 2 ഭാര്യയെ കിട്ടി. ഈ മിടുക്കന്മാർക്ക് പറ്റുന്ന ഒരു വലിയ കാര്യം ഇതാണ്. 1 വെച്ചാൽ 2 കിട്ടും. അങ്ങനെ 2 ഭാര്യമാരും പിന്നെ അതിലുണ്ടായ മക്കളും അവരുടെ ദാസിമാരും അവന് ഉണ്ടാക്കിയ കാറ്റിലും എല്ലാമായിട്ട് അവിടെ താമസം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ലാബാൻ ഇവനെ അങ്ങ് മുതലെടുക്കാനായിട്ട് തുടങ്ങി. He knows Jacob was a hard worker. He was an achiever. So he was trying to use him to make more wealth. And Jacob was getting really, really frustrated with all that life there. So he wanted to leave. പക്ഷെ ലാബാൻ ഇവനെ വിടത്തില്ല, പിടിച്ചു വെച്ചിരിക്കുക. അവിടെയും പറ്റിയ അബദ്ധം. കാര്യം കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടാൻ പ്രയാസമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അനുഗ്രഹമൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, അനുഗ്രഹത്തെ കയറി അങ്ങ് പിടിക്കും. പണ്ട് വെള്ളപ്പൊക്കത്തില് വല്യപ്പൻ ചാടിയതറിയാം. വെള്ളപ്പൊക്കം വന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരും നാട്ടിൽ. വെള്ളപ്പൊക്കത്തെ സമയത്ത് ഒഴുകി വരുന്ന സമയത്ത് ഒരു വലിയ കരിമ്പടം ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു വലിയ കരിമ്പടം എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ്. അന്നൊക്കെ സമയത്ത് ഈ ബ്ലാങ്കറ്റ് ഒക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഗതിയാണ്. ദൈവം നമുക്ക്
അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ വെള്ളപ്പൊക്കത്തിൽ എടുത്തൊരു ചാട്ടം ചാടി ഈ വലിയ കരിമ്പടക്കെട്ട കയറി അങ്ങ് പിടിച്ചു. ദൈവം അയച്ചിരിക്കുകയല്ലേ പിടിത്തം. പിടിച്ചതും ഈ കരിമ്പടക്കെട്ടിന്റെ കൂടെ ഈ ഒഴുക്കിൽപ്പെട്ട് വല്യപ്പനങ്ങ് പോവുക. അപ്പൊ അമ്മച്ചി പുറകിപ്പോണ്ട്. അമ്മച്ചി പറഞ്ഞു, വെള്ളം നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും, ഒരു കാര്യം ചെയ്യാം, അത് വിട്ടിട്ടിഞ്ഞ് പോരെ, നമുക്കത് വേണ്ട, അത് വിട്ടിട്ടിഞ്ഞ് പോരാൻ പറഞ്ഞു. അപ്പൊ ആണ് വല്യപ്പൻ പറയുന്നത്, ഞാൻ വിട്ടിട്ടും അതെന്നെ വിടുന്നില്ലടി എന്ന് പറഞ്ഞാൽ കയറി പിടിച്ചത് ഒരു കരടിയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ. ഇറ്റ് വാസ് എ ബെയർ ആൻഡ് ഹീ. അപ്പൊ കയറി പിടിച്ച ചില കാര്യങ്ങളുണ്ട്. യാക്കോവിനും പറ്റിയത് അതാണ്. ലാബാൻ ഇപ്പൊ അവനെ വിടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ലാബാൻ അവിടെ ഇല്ലാത്ത ഒരു സമയം നോക്കി തൻ്റെ ഭാര്യമാരെയും തൻ്റെ വെൽത്തും എല്ലാമായിട്ട് യാക്കോബ് ഒറ്റ രാത്രി കൊണ്ട് അവിടുന്ന് ഓടി. ലാബാൻ അന്ന് അവിടെ ഇല്ലായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ലാബാൻ ആക്ച്വലി ഹി വെന്റ് ടു ഫോർ ദ ഷിയറിംഗ് ഓഫ് ദ ഷീപ്പ്. അവന് രോമം കത്തിരിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യാക്കോബ് അവിടുന്ന് ഇറങ്ങി ഓടിയത്. തൻ്റെ ഭാര്യയും എല്ലാ വെൽത്തുമായിട്ട് അവിടുന്ന് ഇറങ്ങി ഓടി. പക്ഷേ ലാബാൻ അവനെ പിന്തുടർന്ന് ചെന്ന് അവർ തമ്മിലൊരു ഗിലെയാദ് എന്ന് പറയുന്ന പർവ്വതത്തിൽ വെച്ച് അവർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി വായിച്ചാൽ മതി ലേറ്റർ ഓൺ. സോ ആഫ്റ്റർ ദേ മെയ്ഡ് എ കവനന്റ് അറ്റ് ഗിലെയാദ് മൗണ്ടൻ, ഹി കോൾഡ് ഇറ്റ് മിസ്പ. നമ്മൾ തുടർന്ന് 44 വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, 31 അധ്യായത്തിൽ. So then he started to realize the situation. He's now running away from his father-in-law with all the things that he collected. But where is he going to? ഇപ്പൊ തിരിച്ചെങ്ങോട്ടാ പോകുന്നത്? ഏശാവ് അവിടെ ഉണ്ട്. ഏശാവിന്റെ സ്ഥലത്തോട്ടായി പോകുന്നത്. അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ യാക്കോബിന് ഈ വലിയൊരു റിയലൈസേഷൻ ഉണ്ടായത്. When we read that, the picture we get of Jacob through all these chapters is that he was a man full of energy and ingenuity. He was willing to work 14 years for the women he loved, and then also he had to work another 6 years. അങ്ങനെ അവൻ തന്നെ പറയുന്നുണ്ട്, ലാബാൻ അവനെ എത്ര പ്രാവശ്യം ചതിച്ചു? 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെന്നാണ് പറയുന്നത്. 10 പ്രാവശ്യം. His boss Laban changed his wages unpredictably at least 10 times. Jacob still managed to manipulate the cattle in such a way as to increase his own herd. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ പോലും തൻ്റെ കഴിവ് കൊണ്ട് യാക്കോബ് പല കാര്യങ്ങൾ നേടിയെടുത്തു. എന്നാൽ ഇപ്പോൾ ലാബാനെ വിട്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? തന്നെ കൊല്ലാനായിട്ടിരിക്കുന്ന ഈശാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. He had to flee from Laban, but he could not go home to Esau. Jacob was between a rock and a hard place എന്ന് നമ്മൾ പറയും. He was going to face his brother who was angry, the brother that had tried to kill him while he was running away from his home. But Jacob was still resourceful. അവിടെ വെച്ചാണ് നമ്മൾ 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ, if you looked at Jacob to the point in this life, everything was going okay until he started to realize that the place that he was running to was a place where his brother Esau was waiting. 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ വായിക്കുന്ന യാബോക്ക് കടവിന്റെ കാര്യം. 32 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികെ എത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കൽ യാക്കോവിന്റെ തുടയുടെ തടം ഉളുക്കി പോയി. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവെന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, നിന്റെ പേര് എന്ത്? നിന്റെ പേരെന്ത്? വാട്ട് ഈസ് യുവർ നെയിം? an ever knowing omniscient, എല്ലാം അറിയുന്നവനായ ദൈവം യാക്കോബിനോട് ചോദിക്കുകയാണ്, അപ്പോൾ നിന്റെ പേര് എന്താണ്? അപ്പോഴാണ് യാക്കോബ് പറയുന്നത്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. It was a reminder to tell him that he cheated his blind father
when he asked him, who are you? അപ്പൊ പറഞ്ഞു, I am Esau. ഇവിടെ ദൈവം സകലവും അറിയുന്നവനായ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ യാക്കോബ് നിന്റെ പേരെന്തെന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല. Jacob had to acknowledge himself that he is the same Jacob, who is the trickster and the cheater and the rebel, who cheated his brother and his father. And he had to acknowledge him in front of God, that he himself is Jacob and not anymore. അതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല. അവിടെ വെച്ച് എന്ത് കൊടുത്തു? അവനൊരു പുതിയ പേര് കൊടുത്തു. എന്താണ് അവന്റെ പേര്? നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. So he got a new name there on his realization when he accepted in front of God that he is the same Jacob. Dear friends, when we are in a situation between a hard place and a rock, we don't know what danger is awaiting for us. Go to our Heavenly Father who knows everything and acknowledge in front of him that we are the same people. God, I need your help. And there is no masking in front of God. Where could we flee other than but to God? He could not go home to Esau because Esau is waiting for them to kill him there. Peniel is the reminder to that we need to awake and repent and acknowledge our situations before God. ദൈവം മുമ്പാകെ നമ്മുടെ ജീവിതം അതുപോലെ ഏറ്റുപറയുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. No matter what mask you wear, how long you wear a mask, God knows everything and God sees through your mask എന്നുള്ളത് നമ്മൾ ഓർക്കണം. We need to change direction. On the way, he stayed the night in the place which he could later call Peniel. There he spent the night wrestling with a man, in fact, was God. And there he got a new name, and he was given the name Israel at that time. From that on, wrestling in the early morning hours, Jacob was handicapped since then. അതിനുശേഷം അവൻ ഉളുക്കുണ്ടായതിനു ശേഷം അവൻ മുടന്തനായിട്ടാണ് അവൻ തിരിച്ചു പോകുന്നതെന്ന് നമ്മൾ ഓർക്കുന്നു. Jacob had to let go himself for the first time and let the God of Jacob, he his God. He let his God to take control of his life from that situation. And that changed the whole direction for Jacob. Finally, when he met with Esau, Esau became kind and merciful to him. Only because of God's grace that would ever happen. Nobody could ever change Esau's mind other than God. And we read, it is not because of Jacob's ingenuity or it is because of Jacob's schemes, but God gave him a new name and blessed him to be a blessing to this world. And that is why he could have worked out a better relationship with Esau after that. Jacob made a change in direction. Many times we feel ourselves going in the right direction because everything is going well. But remember, danger is awaiting for you in front of you. There was a Navy officer, young guy who just graduated from the military academy, and he was appointed as a captain of a ship, a battleship. And that is one of the dreams of a military officer, to become the captain. So he was given the first assignment of a battleship as a captain. He was very excited and proud of himself. And then one stormy night, as his ship was going through the seas, the captain was on duty on the bridge, and he spotted a strange light rapidly coming towards his ship. Immediately, he ordered the signal man on the deck to send a signal telling them to alter their course 10 degrees to the south. And a moment later, a reply came back from that light saying that alter your course 10 degrees to the north. അപ്പൊ ഈ ക്യാപ്റ്റൻ, ബാറ്റിൽഷിപ്പിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് അയച്ച സന്ദേശം, നിങ്ങൾ 10 ഡിഗ്രി മാറിപ്പോകണം നോർത്തിലേക്ക് എന്ന് പറഞ്ഞു, എന്നാൽ സൗത്തിലേക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മറുപടി വന്നത്, നോ, യു ചേഞ്ച് യുവർ ഡയറക്ഷൻ 10 degrees towards the south. So the captain did not like it. He sent another message and said, alter the course 10 degrees, I am the captain.
Then the response came back, alter your course 10 degrees. I am third class Jones. So now the captain was getting really infuriated. So he grabbed the signal light and with his own hands, he sent a message saying that alter your course. I am a battleship. Then the reply came back, alter your course. I am a lighthouse operator. No matter how big or important you think you are, we need to alter our course because you will end up crashing on the shore. The lighthouse is a signal that tells you that you are going in the wrong direction. No matter how able you are or how scheming you are, it doesn't matter unless you change your direction. Jacob changed his direction and reunited with his lost brother. Later on, a lot of things happen in his life that I don't want to go through. You can all read that story, or we can have another retreat. We can go through all of those sermons that I can preach to you. That's why I love Jacob. His life is full of events. Everywhere you see him. Then Jacob had all these children, and then he finally ended up losing Joseph. And Joseph was sold to the Midianites, and the Midianites took him to Egypt, and he became the prime minister there. You know all that story. And there was a famine in the land, and finally all his children, including Jacob, was taken to Egypt by Joseph. ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേപ്പ് തൻ്റെ അപ്പനുമായിട്ട് കൂടിച്ചേരുന്നതും തൻ്റെ സഹോദരന്മാരെല്ലാവരും ഒന്നിച്ച് ഈജിപ്തിൽ ചെന്ന് താമസിക്കുന്നതായിട്ടുള്ള അനുഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം, when the last years of Jacob came, he was reunited with Joseph. In Genesis chapter 47 വരുമ്പോൾ Jacob went to live with Joseph in the land of Egypt. അവിടെ വെച്ച് ഫറവോൻ യാക്കോബിനെ കണ്ടിട്ട് ചോദിച്ചു, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. In chapter 47 verse 8 and 9. And there he says that the days of the years of my pilgrimage are 130 years. Few and evil have the days of the years of my life been, and have not attained unto the days of the years of the life of my fathers. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളതത്രേ. ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളതത്രേ എന്ന് ആണ് അവസാന സമയത്ത് ഈ യാക്കോബ് പറയുന്നു. എന്നിട്ട് പറയുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്നാണ് ഫറവോനോട് യാക്കോബ് പറയുന്നത്. When we look back in our lives, there is a God who had been unchanging, whose mercy and faithfulness has been following us through all the ways that we have gone through, right from the schemes that we have planned and the tricks that we played. God redeemed all of that situations in our lives so that you will be a blessing to this world. That is the story of Jacob that I love to tell you. Even though he was a trickster and a schemer, God used him to become the father of the tribes. ഇസ്രായേൽ ജനതയുടെ പിതാവായി യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. Because there was an unchanging grace of God that followed him wherever he was. പലപ്പോഴും നമ്മൾ prevenient grace എന്നൊക്കെ പറയും. Even when we do not know it, God's grace goes with us and goes before us. That is the grace of God that made Jacob the father of the tribes of Israel. അതുകൊണ്ടാണ് അനേക വിശുദ്ധന്മാർ അതിനുശേഷം പാടിയത് യാക്കോബിന്റെ ദൈവം. യാക്കോബിൻ ദൈവം നമുക്കുള്ളവൻ നമ്മൾ പാടാറുണ്ട്. ദാവീദ് പാടി യാക്കോബിന്റെ ദൈവം നല്ലവൻ. കോരഹപുത്രന്മാർ പാടി യാക്കോബിന്റെ ദൈവം നല്ലവൻ. മലാഖിയുടെ പ്രവചനത്തിൽ പറയുന്ന യാക്കോബിന്റെ പുത്രന്മാരെ എന്ന് പറഞ്ഞാണ് അവരെ വിളിക്കുന്നത്. So all of these places were addressed, people were addressed in reference to Jacob as their father. അബ്രഹാം അവരുടെ പിതാവാണ്, ഇസാക്ക് അവരുടെ പിതാവാണ്. എന്നാൽ യാക്കോബിനെ പോലെ പിതാവായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റാരുമില്ല. ജേക്കബ് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏതാണ്ട് പകുതിയോളം യാക്കോബിന്റെ ജീവിതമാണ്. നമ്മുടെ 15-ാം അധ്യായം മുതൽ തുടങ്ങുന്നതാണ് യാക്കോബിന്റെ ചരിത്രം.
അതുവരെയുള്ളതൊക്കെ ബാക്കിയുള്ളവരുടെ എല്ലാം ചരിത്രങ്ങളാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ about half of the book is about Jacob's life. Jacob is an important character that I love to preach from. Many events in his life are worth preaching about. But whatever it is, in spite of who we are and what we do, there is a grace of God that follows us wherever we are, and God will completely turn around our lives and will give us a life that ultimately honor him and become a blessing to this world. A few years ago, a singer called Russ Lee came out with a song called I Smile. When you discover how his life was changed by Jesus Christ, you will smile. When I think about that way, that is why he called that song I Smile. I smile when I think about the happiness that God has given me. The story is that when he was 17 years old, Russ wasted his life on drugs and alcohol and all the other things in this world. And his life was full of self-inflicted troubles and problems. So he found himself living a life of boredom and meaninglessness. Among the drugs and the alcohol became loneliness, and he became depressed. He decided to take his life one day. So he planned a scheme to take his life one night, and fortunately a friend came over to his room and started talking to him. And then he invited him to go to church the next day, and he took him to his church, where Russ heard that real satisfaction comes from knowing Jesus. And also he was seeing the satisfaction and the happiness in his friend's life. So he changed his life around and he accepted Jesus Christ in that service on that Sunday there. Then he turned his life around and he wrote a book called Touched by the Savior. In that book, he says that after that church service, he walked back into his car. In the trunk was a garbage bag filled with the drugs that he had been using and selling. He took that bag and threw it in the trash. I don't need this again anymore. I thought I was right, because he threw all of those that passed behind him. From that day forward, he became a transformed singer who started singing for the glory of God. And he became a witness for his kingdom when he turned his life around. If you have never experienced the peace and hope in your life, tonight I invite you to join this journey with Jacob, who was redeemed by God in the situations where he was, when he was hopeless and in the middle of nowhere. God came and redeemed him and rescued him. Accept Jesus Christ as your personal Savior tonight. He's always there to help us, even when you don't know it. Brothers and sisters, we will all experience awakenings at some points in our lives. And though we pass through times of disappointment, anxiety, and temptation, the vision of Jacob can sustain us. The day of the Lord is near. Let us prepare ourselves and others by listening to the word that God has to talk to you and me. If you are going through a situation like that in Jacob's situation, where you feel like you are between a hard place and a hard rock, this is the time to turn around to God and call upon his name, and he is there to redeem your situation. Charles Wesley had a great hymn that I love to sing. Long my imprisoned spirit lay, fast bound in sin and nature's night. Thine eyes diffused a quickening ray. I woke, the dungeon flamed with light. My chains fell off, my heart was free. I woke, set forth, and followed thee. That is what Jacob did. That is what God is offering for you and me tonight. Our chains will go off and we'll be freed from the bondage of worries and fears, so that we will be a blessing to this world and fulfill the purpose of God in this world. May God bless you with these words tonight, and may God's peace be with you tonight. Amen. അച്ഛാ ബെൻസൺ അച്ഛനുണ്ട് കേട്ടോ ഓൺലൈനില്.
Okay, cha. Okay. നാം കേട്ട അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. Let us praise God for the blessed message that the Lord has spoken to us in a very special way tonight. ദൈവം ഇന്ന് രാത്രിയിലും നമ്മോട് വളരെ ശക്തമായും വ്യക്തമായും ദൈവവചനത്തിലൂടെ ഇടപെട്ടു. ദൈവം എങ്ങനെ യാക്കോബിനെ രൂപാന്തരപ്പെടുത്തി, how God changed the life of Jacob. യാക്കോബിന്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനായി ഇന്ന് ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കേട്ട വചനങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ബെൻസൻ അച്ഛൻ നാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഏഴംകുളം ഇടവക വികാരിയാണ്. അച്ഛന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബെൻസൻ അച്ഛൻ, would you please lead us in prayer? Okay. Can you hear me? Yes, we can hear you. Okay. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ഏറെ ഇമ്പകരമായിട്ടുള്ളൊരു അനുഭവമാണ്. പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു നൽകിയ അനുഗ്രഹീതമായിട്ടുള്ളതായ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പൂർവ്വ പിതാവായ യാക്കോബിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയതിനായിട്ട് നന്ദി. കർത്താവ്, ജീവിതത്തിൻ്റെ ഒരു തകർച്ചയുടെ പരാജയത്തിൻ്റെ അവസ്ഥയിൽ കർത്താവെ പലപ്പോഴും ഞങ്ങളും പതറിപ്പോകേണ്ടുന്നതായ അനുഭവങ്ങളുടെ നടുവിൽ യാക്കോബിനെ പോലെ നിന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുമ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചവനായ ദൈവം ഇന്നും ഞങ്ങളുടെ നിരാശ നിറഞ്ഞ, മുൻപോട്ട് യാതൊരു വഴിയുമില്ലാത്തതായ, ഹോപ്പ്ലെസ് ആയിട്ടുള്ളതായ അവസ്ഥയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അടിവരയിട്ട് പറയുവാൻ നൽകിയ അവിടുത്തെ ദിവ്യവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പലപ്പോഴും ഞങ്ങളും യാക്കോബിനേക്കാൾ ഉപരിയായിട്ട് ഒരു മാസ്കിംഗ് ക്രിസ്ത്യനായിട്ട് പലപ്പോഴും ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ ദൈവത്തോട് പോലും ഒന്ന് തുറന്ന് പങ്കുവെപ്പാനായിട്ട് മനസ്സ് കാണിക്കാതെ പുറമെ ക്രിസ്ത്യാനി എന്നുള്ളതായ ഭാവം നടിച്ച് ഒരു അനുതാപത്തിൻ്റെ അനുഭവമില്ലാതെ ജീവിക്കുന്ന മനോഭാവം ഞങ്ങളിലുണ്ട് നാഥ. ഞങ്ങളോട് അവിടുന്ന് അത് പൊറുക്കണമേ പിതാവേ. ഞങ്ങൾക്കൊന്നും അങ്ങയിൽ നിന്ന് മറയ്ക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ളതായ ആ പദവി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒന്ന് മനം തിരിഞ്ഞ് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഉള്ള അവസ്ഥയായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ കണ്ടുമുട്ടുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന, ഞങ്ങളെ വീണ്ടെടുക്കുന്ന, ഞങ്ങളൊരു അത്ഭുതമാക്കി തീർക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച് അങ്ങയുടെ കർത്തൃദാസനായിട്ട് സ്തോത്രം. ദൈവവചനം അനുഗ്രഹീതമായിട്ടുള്ള നിലയിൽ ഞങ്ങൾക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ മകനെ അവിടുത്തെ ക്രൂശിന്റെ മറവിൽ നിർത്തിയതിനായിട്ട് നന്ദി. കർത്താവെ, ഈ കൂടി വരവിനെ അവിടുന്ന് മാനിച്ച് അനുഗ്രഹിച്ച് നിലനിർത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങേ വാഴ്ത്തുന്നു. കേട്ട വചനങ്ങൾക്ക് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ. ഞങ്ങൾ കർത്താവിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തി കർത്താവ് ഞങ്ങളുടെ ഉള്ള അവസ്ഥ ദൈവസന്നിധിയെ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, കർത്താവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. Amen. Vote of thanks by Mr. Sadish Thomas from Atlanta. Praise the Lord. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ തന്നെ ഇന്നും ഒരുമിച്ച് ഓൺലൈനിൽ ആയിരിക്കാനായിട്ട് ഈ റിട്രീറ്റിലെ രണ്ടാം ദിവസവും ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് മുമ്പ് ഒരു 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങള്. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും.
നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരൂ എന്ന് പറഞ്ഞു. നമ്മള് ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ കണ്ടത് ഏകദേശം 40 കണക്ഷൻസ് വന്നായിരുന്നു. ഇപ്പോൾ ഏകദേശം 37 പേരോളം നമ്മുടെ ഓൺലൈനിലുണ്ട്. നാട്ടിൽ നിന്ന് ബെൻസൺ അച്ഛനും കുഞ്ഞോൻചാനും ഉണ്ട്. അങ്ങനെ ഈ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണക്ട് ആയിരിക്കുന്ന എല്ലാവരും നാട്ടിൽ നിന്ന് പോരുമ്പം ഒരു ഹൃദയത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു ഈ കാര്യം തന്നെ പറഞ്ഞ്, എനിക്ക് ആഹാരവും ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുക യഹോവ എനിക്ക് ദൈവമായിരിക്കും. നമ്മളെ ഇവിടെ അമേരിക്കയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളെ ഈ ദിവസം വരെയും നമുക്ക് വേണ്ടുന്ന ആഹാരവും വസ്ത്രവും നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി തന്ന്, ഇത് നമ്മുടെ ആരുടെയും എടുക്കല്ലായിരുന്നു, നമ്മുടെ ആരുടെയും വിദ്യാഭ്യാസമോ നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടൊന്നും നമ്മൾ നേടിയതല്ല. എല്ലാം എൻ്റെ ദൈവം നൽകി തന്നതാണ്. ഇന്ന് യാക്കോബ് പോയ വഴികളിലെല്ലാം ദൈവം അനുഗ്രഹമായി അവനെ അനുഗ്രഹിച്ചു. അവന് കുറവുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ആ കുറവുകൾക്ക് അപ്പുറമായി അതിനെ മറന്നു അവന്റെ ദൈവസന്നിധിയിൽ അവൻ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ദൈവം അവനെ അനുഗ്രഹിച്ചു. എത്ര അനുഗ്രഹമായി ജാതികളുടെ ലോകത്തിന് തന്നെ അനുഗ്രഹമാക്കി അവന്റെ തലമുറകളെ ദൈവം മാറ്റിയെടുത്തു. അതുപോലെ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ, യാക്കോബിനെ പോലെ അനേക തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രികാലം ദൈവം കേൾപ്പിച്ച വചനത്താല് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും ചെറിയ ഇടവകയായ അറ്റ്ലാന്റ ഇടവകയിലെ ഹോസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ബെൻസൺ അച്ഛനും കുഞ്ഞോൻചാനും ഒക്കെയും കടന്നു വന്ന് ഇതിനെ ഒരു അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് നിങ്ങളോട് എല്ലാവരോടുമുള്ള താങ്ക്സ് പ്രത്യേകം പറയുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന അച്ഛന്മാർക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്ത് എല്ലാവർക്കും ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ കയറുവാൻ തക്കവണ്ണം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഓരോരുത്തരോടുള്ള നന്ദിയും പ്രത്യേകം പറയുന്നു. ദൈവവചനം സംസാരിച്ച റവറൻ മാത്യു ഫിലിപ്പ്, ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി കുടുംബത്തോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ദൈവവചനത്തിന് ശക്തമായി സംസാരിപ്പാൻ ഇന്നുവാനെ ദൈവം ഉയർത്തിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നാളെയും സെയിം ടൈമില് വീണ്ടും ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. നാളത്തെ ദിവസവും നിങ്ങൾ എല്ലാവരും കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇതിന് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് അഡ്മിനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ജെനിനോടുള്ള പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ജോർജ് കുട്ടി അച്ഛനോടും കുടുംബത്തോടുള്ള നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സണ്ണിച്ചാന്, ഡാളസിൻ സണ്ണിച്ചാൻ ഇന്നലെയും പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ട് ഓർമ്മിപ്പിച്ചതാണ്. സണ്ണിച്ചാന്റെ കുടുംബത്തോടുള്ള അനുശോചനം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രെയർ ലൈനിന്റെ നാമത്തില് അറിയിക്കുകയും ചെയ്യുന്നു. അവർക്കുണ്ടായ വലിയ ഈ വിഷമഘട്ടത്തില് അവരെ കുടുംബമായിട്ട് സണ്ണിച്ചാനെയും അവരുടെ കുടുംബത്തെയും പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വേർപാൻ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വോട്ട് ഓഫ് താങ്ക്സിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സതീഷ്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യച്ചൻ ക്യൂൻസിൽ നിന്ന് നമ്മോടൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്രിസ്ത്യച്ചൻ ലൈനിലുണ്ടോ? ഇല്ല, 2 അച്ഛന്മാരേ ഉള്ളൂ. പ്രകാശച്ചനും ബെൻസച്ചനുമേ ഉള്ളൂ. ഓക്കെ. We are living in a changing world. The culture may change, circumstances may change.
Situations may change, but God is living unchanging. Let us trust in this living God. He will bless us. Thank you once again, all, for participating in this conference. Now, the closing prayer. Sunny Chan from Houston, will you lead us in closing prayer? അച്ഛനുണ്ട്, പ്രകാശത്തിന് ജോണൊക്കെ ഇരിക്കുന്നവിടെ. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രകാശിച്ച ഓപ്പണിംഗ് പ്രയർ ചെയ്തായിരുന്നു. ഓപ്പണിംഗ് പ്രയർ പ്രകാശിച്ചൻ ചെയ്തായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ. അച്ഛൻ രാജാനുണ്ട് ന്യൂജേഴ്സിന്ന്, അച്ഛൻ പ്രാർത്ഥിക്കും. CS രാജാൻ. ഓക്കെ. CS രാജാൻ. CS രാജാൻ ഉണ്ടോ ലൈനില്? ഞാന് കേൾക്കാമോ അച്ഛാ? കേൾക്കാമോ? Yes, can you lead us in, would you please lead us in closing prayer? Yes. Okay, go ahead. പ്രാർത്ഥിക്കാം. നിസ്തുലനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യായ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ നൽകി തന്ന സാഹചര്യത്തിനും അവസരത്തിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കർത്താവേ, ലോകം കർത്താവെ നടുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിന്റെ തൃപാദം ചേരുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ സന്നിധി എത്ര മനോഹരമെന്ന് മനസ്സിലാക്കി കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തുകയും നിന്റെ സന്നിധിയിലായിരിക്കാനും കർത്താവെ ഒരുക്കുന്ന അവസരങ്ങളെ കർത്താവെ താല്പര്യപൂർവ്വം ഉപയോഗപ്പെടുത്തുവാൻ നീ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നലെയും ഇന്നും കർത്താവെ ഞങ്ങളിലേക്ക് കടന്നു വന്ന ദൂതനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അകന്നവരായിട്ടല്ല കർത്താവെ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അമേരിക്കയിൽ ഇതിൻ്റെ കെടുതിയിൽ കർത്താവെ അനേക ഭവനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ നീ എത്ര നല്ലവനായി നീ ഞങ്ങളെ സുരക്ഷിതരായി ഇവിടെ നിലനിർത്തുന്നുണ്ടല്ലോ. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതി വരാതെ വണ്ണം കർത്താവെ, നന്മകളാൽ നീ ഞങ്ങളെ നിറച്ചല്ലോ കർത്താവെ. ഓരോന്നും ഓർത്ത് കർത്താവെ നന്ദി കരേറ്റുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബങ്ങളായി ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറയെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അറ്റ്ലാന്റ ഇടവകയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ കർത്താവെ നിലനിർത്തിയിരിക്കുന്ന നിന്റെ കർത്താവെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിയുന്നു എന്നുള്ള ചിന്ത നീ ഞങ്ങളിൽ ഭരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇങ്ങനെ മുൻകൈയെടുത്ത് ഒരു മീറ്റിംഗ് നടത്തുവാൻ കർത്താവെ അവരെ പ്രേരിപ്പിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവെ. ജോർജ് കുട്ടി അച്ഛനെയും അവിടുത്തെ കർത്താവെ ഇടാ ചുമതലക്കാരെ എല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം കർത്താവെ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ പ്രയോജനമുള്ളവരായി നിനക്ക് വേണ്ടി വിളങ്ങി ശോഭിപ്പാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം ഞങ്ങളോട് സംസാരിച്ച കർത്താവെ സുഗുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ ജോലിയോടുള്ള ചേർന്ന് നിനക്ക് വേണ്ടി പൗലോസ് ചെയ്തുപോലെ കർത്താവെ തനിക്കാകും വണ്ണം കർത്താവെ ചെലവാകപ്പെടുവാനും തക്കവണ്ണം നിന്റെ മകൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നല്ലോ. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് കർത്താവെ ഞങ്ങൾ ഓർമ്മയില്ലാത്തവരായി കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലുണ്ട്.
ഞങ്ങളെ അറിയുന്നു എന്നുള്ള ബോധം നീ ഞങ്ങളെ ഭരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യാക്കോബിന്റെ ജീവിതത്തിലെ പാളിച്ചകളെ കർത്താവ് മറക്കുകയും കർത്താവെ അനേകർക്ക്, രാജ്യങ്ങൾക്ക് കർത്താവെ, തലമുറകൾക്ക് കർത്താവ് പ്രയോജനപ്പെടുവാന് യാക്കോബിനെ എടുത്ത് ഉപയോഗിച്ച ഒരു ദൈവം കർത്താവെ, ഞങ്ങളുടെ പരിമിതികളെ കണക്കിടാതെ കർത്താവെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നീ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ കർത്താവെ ആദ്യ അവസാനം പരിലസിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത സഖയായി അവിടെ നിങ്ങൾ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും നാം കേട്ട എല്ലാ തിരുവചന സത്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഇനിയും പരിചയപ്പെടുത്തണം. സംസാരിച്ചുകൊണ്ട് ഡിസ്കണക്ട് ആയി പോയായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക്. സോറി അച്ഛൻ. അത് കുഴപ്പമില്ല. ഓക്കെ. നേരത്തെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല, അൺമ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ബാബു ലീലാമ ന്യൂജേഴ്സിയിൽ നിന്ന്. താങ്ക് യു അച്ഛാ. താങ്ക് യു. പ്രത്യേകം നന്ദി. ഇനിയും പരിചയപ്പെടുത്താനുള്ളവർക്ക് പരിചയപ്പെടുത്താം, സമയമുണ്ട്. ഹലോ അച്ഛൻ. ഹലോ പ്രകാശ് അച്ഛൻ. ഹലോ സനീഷ് ശാന്തി ഫ്രം ഹ്യൂസ്റ്റൺ. മ്യൂട്ടാ? ഇപ്പൊ മ്യൂട്ടല്ലേ? മോളെ, നാളത്തെ ഒരു പ്രോഗ്രാം ആയിട്ട് ഉണ്ടാക്കിയത് ഓപ്പണിംഗ് പ്രയർ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി അയച്ചാല് ക്ലോസിംഗ് പ്രയർ, ഇത് ഒരു ജസ്റ്റ് ഒരു ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർ കേറുവേ ഇന്നിപ്പം. അതുകൊണ്ട് അച്ഛന്മാർ വല്ലതും കേറുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രയർ അച്ഛന്മാർക്കായിട്ട് കൊടുക്കാം, ഓപ്പണിംഗ് പ്രയറും. അതല്ലെങ്കിൽ ആ പ്രോഗ്രാം അനുസരിച്ച് തന്നെ പോട്ടെ. അതെ. ഇനി പരിചയപ്പെടുത്താനുള്ളവർ പരിചയപ്പെടുത്തിയാട്ടെ. This is Prakash. It's Bergenfield walking. പ്രകാശൻ. ഓക്കെ. ബെർഗൻഫീൽഡിലാണോ? ഓക്കെ. മക്കളെ കണ്ടില്ല. മോനടക്ക് ഇറങ്ങിയിരിപ്പുണ്ടായിരുന്നു. കണ്ടായിരുന്നു. ഇതിനെ കാണാൻ സാധിച്ച സന്തോഷം. ഞങ്ങൾ ഹൂസ്റ്റണിലെ അച്ഛൻ. ഹായ് മോളെ. എന്തോ വേറെ ആരെയും കണ്ടില്ല ഹ്യൂസ്റ്റണിന്ന്. ഇവിടെ 7 മണിക്ക് ഒരു പ്രെയർ ഉണ്ട്, ഹോമിലെ ഒരു ഗ്രൂപ്പ് പ്രെയർ ഉണ്ട്, 8 മണിക്ക് ചർച്ചിന്റെ പ്രെയർ ഉണ്ട്.